നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ കണ്ടിട്ട് വളരെ വിഷമം തോന്നുന്നു. അതായത് എൻ്റെ കുട്ടിക്കാലത്തെല്ലാം വെള്ളം കെട്ടി നിൽക്കാൻ ഒരുപാട് നെൽവീഥികൾ, വയലുകളുണ്ടായിരുന്നു, പാടങ്ങളുണ്ടായിരുന്നു. ഗാലൻ കണക്കിന് വെള്ളം അവിടെ കെട്ടി നിൽക്കുമായിരുന്നു. തണ്ണീർത്തടങ്ങളുണ്ടായിരുന്നു, കുളങ്ങളുണ്ടായിരുന്നു, കൊക്കിരിണികളുണ്ടായിരുന്നു. മാക്സിമം എല്ലാ വീടുകളും കിണറുകളുണ്ടായിരുന്നു. മാത്രമല്ല, മഴവെള്ളം ഒലിച്ചു പോകുന്നതിന് എല്ലാ ഭാഗങ്ങളിലും ചാലുകളുണ്ടായിരുന്നു. ചാലുകൾ വഴി മഴവെള്ളം ഒലിച്ചു പോയിരുന്നു. ഒലിച്ചു പോകുന്ന മഴവെള്ളത്തിനെ തട്ടുകളാക്കി തടഞ്ഞു നിർത്തുന്ന കണ്ടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സിസ്റ്റം മഴവെള്ളത്തിനെ തടഞ്ഞു നിർത്താൻ നമ്മൾക്കുണ്ടായിരുന്നു. ഇന്ന് പാടങ്ങളെ നികത്തി ബിൽഡിങ്ങുകളായി, വെള്ളത്തിന് പോകാൻ വഴിയില്ല. ചാലുകളെല്ലാം മാക്സിമം അടയ്ക്കാവുന്ന അടച്ചു. അവിടെയെല്ലാം ബിൽഡിങ്ങുകളോ മറ്റെന്തെങ്കിലും കൺസ്ട്രക്ഷനോ വന്നു. അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികൾ അവരുടെ പറമ്പുകളാക്കി മാറ്റി അവരുടെ ഭാഗത്തേക്ക് വരുന്ന വെള്ളത്തിനെ ഇല്ലാതാക്കി തീർത്തു. അപ്പോൾ സത്യത്തിൽ കേരളത്തിലെ ഒരു വെള്ളത്തിനെ ബന്ധിക്കുന്ന, അതായത് മഴ വന്നു കഴിഞ്ഞാൽ സ്വതസിദ്ധമായി ഒഴുകിപ്പോകേണ്ട ആ ഒഴുക്കിനെ ലാൻഡിൽ നിർത്തുന്ന ഒരവസ്ഥ കേരളത്തിലുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നദികളിലും ഇതുതന്നെയാണ് അവസ്ഥ. തടയണകൾ നിർമ്മിച്ച് നദിയെ തട്ടാക്കി നിർത്തി ഒഴുക്കിനെ ഫ്രീ ഫ്ലോ, ഈ ഫ്ലോ എന്നൊക്കെ പറയുന്നതിന് ഒന്ന് കുറച്ച് മെല്ലെയാക്കി. മാത്രമല്ല, മണൽ മാഫിയകൾ മണൽ എടുത്ത് ചൂഷണം ചെയ്ത് നദികളിലെ മണ്ണ് കാണിച്ച് ഈ വരുന്ന വെള്ളത്തെ, ഒഴുകി വരുന്ന വെള്ളത്തെ സംഭരിക്കാനുള്ള നദിയുടെ കഴിവിനെ ഇല്ലാതാക്കി തീർത്തു. മണലുണ്ടെങ്കിൽ നദികൾക്ക് വെള്ളം സംഭരിച്ച് നിർത്താൻ കഴിയൂ, ഈർപ്പം സംഭരിച്ച് നിർത്താൻ കഴിയൂ. നദികളിൽ മണലുമില്ല. അപ്പോൾ വാസ്തവത്തിൽ ഈ അവസ്ഥ, ഈ സ്ഥിതിവിശേഷം വളരെ ഭയാനകമാണ്. മാത്രമല്ല, മലയ്ക്ക് മുകളിലും പരിസരങ്ങളിലായി കുറച്ച് അണക്കെട്ടുകളുണ്ട്. അതും മുല്ലപ്പെരിയാർ പോലെയുള്ളത് കാലഹരണപ്പെട്ടതുമാണ്. അതായത് അത് ഉണ്ടാക്കിക്കഴിഞ്ഞ് 129 വർഷമൊന്നും ഏതൊരു എഞ്ചിനീയറെ കൊണ്ട് നോക്കിച്ചാലും ഇത്രയും ആയസ് ഒരു ഡാമിനുണ്ടാവാൻ വഴിയില്ല. ഇപ്പോൾ ഇന്ത്യയിൽ ലോകത്തിലുള്ള ഏതൊരു എഞ്ചിനീയർ വഴിയാണെങ്കിലും 129 വർഷം ഒരു ഡാമും നിൽക്കില്ല. അത് എല്ലാവരും പറയുന്നതാണ്. അപ്പോൾ അതിൻ്റേതായ മെയിൻ്റനൻസ്, അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തേ മതിയാവൂ. വാസ്തവത്തിൽ ഈ വെള്ളത്തിനെ തടഞ്ഞു നിർത്തിയത് കൊണ്ട് നമ്മൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെയധികം ചിന്തിക്കേണ്ട വിഷയമാണ്. ഞാനൊരു പ്രസംഗത്തിൽ കേൾക്കുകയുണ്ടായി, പൗരാണിക ഭാരതത്തിൽ കേരളം എന്നൊരു സ്ഥലം ഉണ്ടായിരുന്നില്ല. അത് അവരുടെ ആശയത്തോടെ അവർ വിവരിക്കുന്നതാണ്. സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രവും അറബിക്കടലും നമ്മുടെ പശ്ചിമഘട്ടം വരെ ഉണ്ടായിരുന്നു. പശ്ചിമഘട്ടം വരെയും വെള്ളമായിരുന്നു, സമുദ്രമായിരുന്നു. പിന്നീട് ഈ സമുദ്രത്തിൽ നിന്നും ഉണ്ടായതാണ് കേരളം. അതിനുള്ള തെളിവുകൾ അവർ തരുന്നത്, കേരളത്തിൽ എവിടെ കുഴിച്ചാലും, കിണർ കുഴിച്ചാൽ അതിൻ്റെ അടിയിൽ നിന്നും കാൽഷ്യം കാർബണേറ്റ് കിട്ടുന്നു എന്നുള്ളതാണ്. ഈ കാൽഷ്യം കാർബണേറ്റ് സമുദ്രത്തിലേതാണ്, സമുദ്രത്തിൻ്റെ അടിഭാഗത്തുണ്ടാകുന്ന സാധനമാണ് കാൽഷ്യം കാർബണേറ്റ്. മാത്രമല്ല, കിണറുകൾ കുഴിക്കുന്ന സമയത്ത് അതിനടിയിൽ കാണുന്ന പാറകൾ സമുദ്രത്തിനടിയിലുള്ള പാറകളോട് തുല്യതയുണ്ടെന്ന് പറയുന്നു. വെള്ളം അടിച്ചടിച്ച് പാറകളുടെ ഉപരിതലെല്ലാം മിനുസായ രീതിയിലാണ് ഈ കിണറിന് അടിയിൽ കാണുന്ന പാറകൾ. അപ്പോൾ ഒരു കാലത്ത് കേരളം സമുദ്രമായിരുന്നു, അതിനുശേഷം ഉണ്ടായ കരയാണ് കേരളം എന്നെല്ലാം പറയുന്നത് കേൾക്കുന്നുണ്ട്. സത്യാവസ്ഥ എന്തെങ്കിലും ആവട്ടെ, അത് നമ്മൾക്കറിയില്ല. പക്ഷേ ഞാനിവിടെ അത് പറയാനുള്ള കാരണം, ഇവിടെ സുനാമി വന്ന് നമ്മൾക്കറിയാം. ഒരുപാട് വെള്ളം കയറി പല ഭാഗങ്ങളും പോയി. അതുപോലെ നമ്മളുടെ പുരാണങ്ങളിൽ ദ്വാരകയെ കടലാക്രമിച്ച ചരിത്രം നമ്മൾക്കറിയാം. ദ്വാരക ഇല്ലാതായി, കടലിനടിയിൽ പോയി. അപ്പോൾ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഇതെല്ലാം വരുത്തി കൂട്ടുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു കര ഇല്ലാതാവണമെങ്കിൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരുപാട് വേണ്ടാവൃത്തികൾ അതിനുള്ളിൽ വരുന്നതുകൊണ്ടാണ് നമ്മൾക്ക് ഈ ജലക്ഷോഭം ഉണ്ടാകുന്നത്.
അതായത് മഴയത്തെ ശരിയായ വെള്ളത്തെ ഒലിച്ചു കളയാനും ചാലുകൾ വഴി കളയാനും വേണ്ടത്ര വെള്ളത്തെ ഭൂമിയിൽ തടഞ്ഞു നിർത്താനും നമ്മൾക്ക് കഴിയാത്തിടത്തോളം കാലം നമ്മൾ ഭയക്കുക തന്നെ വേണം. കേരളത്തിൽ ഒരുപക്ഷെ കേരളത്തിൽ വലിയ ജലം കൊണ്ടുള്ള വിപത്തുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പുഴകളെയും ചാലുകളെയും തണ്ണീർത്തടങ്ങളെയും നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചേ മതിയാകൂ. നന്ദി, നമസ്കാരം. മുതുനെല്ലിക്ക ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും.